സഭാപ്രസംഗി അധ്യായം 8. ദൈവമേ, നിന്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ എൻ്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ആമീൻ. എനിക്ക് തുല്യനായി ആരുള്ളൂ? കാര്യത്തിൻ്റെ അർത്ഥം അറിയുന്നവൻ ആർ? മനുഷ്യൻ്റെ ജ്ഞാനം അവൻ്റെ മുഖത്തെ പ്രകാശിപ്പിക്കുന്നു. അവൻ്റെ മുഖത്തെ കാഠിന്യം മാറിപ്പോകുന്നു. ദൈവസന്നിധിയിൽ ചെയ്ത സത്യമോർത്തിട്ട് രാജാവിൻ്റെ കൽപ്പന പ്രമാണിച്ചു കൊള്ളണം എന്ന് ഞാൻ പ്രബോധിപ്പിക്കുന്നു. അനിഷ്ടമെങ്കിലും നീ അവൻ്റെ സന്നിധി വിട്ടുപോയി അത് ചെയ്യുക. ഓരോ ദുഷ്കാര്യത്തിലും ഇടപെടരുത്. അവൻ തനിക്കിഷ്ടമുള്ളതെല്ലാം ചെയ്യുമല്ലോ. രാജകൽപ്പന പ്രബലം. നീ എന്തു ചെയ്യുന്നു എന്ന് അവനോട് ആര് ചോദിക്കും? കൽപ്പന പ്രമാണിക്കുന്നവന് ഒരു ദോഷവും സംഭവിക്കയില്ല. ജ്ഞാനിയുടെ ഹൃദയം കാലത്തെയും ന്യായത്തെയും വിവേചിക്കുന്നു. സകല കാര്യത്തിനും കാലവും ന്യായവുമുണ്ടല്ലോ. മനുഷ്യൻ്റെ അരിഷ്ടത അവന് ഭാരമായിരിക്കുന്നു. സംഭവിപ്പാനിരിക്കുന്നത് അവൻ അറിയുന്നില്ലല്ലോ. അവന് ശേഷം അത് എങ്ങനെ സംഭവിക്കും എന്ന് അവനോടാരറിയിക്കും? പ്രാണനെ തടുപ്പാൻ പ്രാണന്റെ മേൽ അധികാരമുള്ള ഓരോ മനുഷ്യനുമില്ല. മരണ ദിവസത്തിന്മേൽ അധികാരമുള്ളവനുമില്ല. യുദ്ധത്തിൽ നിന്ന് വിടുതലില്ല. ദുഷ്ടന്മാരെ വിടുവിക്കുകയുമില്ല. ഇതെല്ലാം ഞാൻ കണ്ടു. മനുഷ്യന് മനുഷ്യന്റെ മേൽ അവന്റെ ദോഷത്തിനായി അധികാരമുള്ള കാലത്ത് സൂര്യന് കീഴേ നടക്കുന്ന സകല പ്രവൃത്തിയിലും ഞാൻ ദൃഷ്ടി വെച്ചു. ദുഷ്ടന്മാർ സംസ്കരിക്കപ്പെട്ടു വിശ്രമം പ്രാപിക്കുന്നത് ഞാൻ കണ്ടു. അവൻ വിശുദ്ധ സ്ഥലം വിട്ടുപോകേണ്ടി വരികയും പട്ടണത്തിൽ വിസ്തൃതരാകുകയും ചെയ്തു. അതും മായയത്രേ. ദുഷ്പ്രവൃത്തിക്കുള്ള ശിക്ഷാവിധി തൽക്ഷണം നടക്കായ്കയാൽ മനുഷ്യർ ദോഷം ചെയ്യുവാൻ ധൈര്യപ്പെടുന്നു. പാപി 100 പ്രാവശ്യം ദോഷം ചെയ്യുകയും ദീർഘായുസ്സോടെ ഇരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും ദൈവത്തെ ഭയപ്പെടുന്ന ഭക്തന്മാർക്ക് നന്മ വരുമെന്ന് ഞാൻ നിശ്ചയമായി അറിയുന്നു. എന്നാൽ ദുഷ്ടന് നന്മ വരികയില്ല. ദൈവത്തെ ഭയപ്പെടുകയാൽ നിഴൽ പോലെ അവൻ്റെ ആയുസ് ദീർഘമാകയില്ല. ഭൂമിയിൽ നടക്കുന്ന ഒരു മായ ഉണ്ട്. നീതിമാന്മാർക്കും ദുഷ്ടന്മാരുടെ പ്രവർത്തിക്ക് യോഗ്യമായതും ഭവിക്കുന്നു. ദുഷ്ടന്മാർക്ക് നീതിമാന്മാർക്ക് ചേരുന്നതും സംഭവിക്കുന്നു. അതും മായാത്രേ എന്ന് ഞാൻ പറഞ്ഞു. ആകയാൽ ഞാൻ സന്തോഷത്തെ പ്രശംസിച്ചു. തിന്നു കുടിച്ച് സന്തോഷിക്കുന്നതല്ലാതെ മനുഷ്യന് സൂര്യന്റെ കീഴിൽ മറ്റൊരു ഭാഗ്യവുമില്ലല്ലോ. ദൈവം സൂര്യന്റെ കീഴിൽ അവന് നൽകുന്ന ആയുഷ്കാലത്തവന്റെ പ്രയത്നത്തിൽ അവനോടുകൂടെ നിലനിൽക്കുന്നത് ഇത് മാത്രമേയുള്ളൂ. ഭൂമിയിൽ നടക്കുന്ന കാര്യം കാണുവാനും ജ്ഞാനം അറിയുവാനും ഞാൻ നിശ്ചയിച്ചു. മനുഷ്യന് രാവും പകലും കണ്ണിൽ ഉറക്കം വരുന്നില്ലല്ലോ. സൂര്യന്റെ കീഴിൽ നടക്കുന്ന പ്രവൃത്തി പരിശോധിച്ചറിയുവാൻ
മനുഷ്യന് കഴിവില്ല എന്നും ദൈവത്തിൻ്റെതാണ് സകല പ്രവൃത്തിയെന്നും ഞാൻ കണ്ടു. മനുഷ്യൻ എത്ര പ്രയാസപ്പെട്ടു അന്വേഷിച്ചാലും അതിനെ ഗ്രഹിക്കുകയില്ല. ഒരു ജ്ഞാനി പോലും അതിനെ ഗ്രഹിപ്പാൻ വിചാരിച്ചാൽ അവന് സാധ്യമാകുകയില്ല. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പാർക്കുമോ.